സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചതിൽ കെൽട്രോണിന് അടുത്ത ഗഡു കുടിശ്ശിക കൈമാറാൻ ഹൈക്കോടതിയുടെ അനുമതി. AI ക്യാമറ സ്ഥാപിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, തുക കൈമാറാൻ ആണ് കോടതിയുടെ ഉത്തരവെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ലാൽ, തീർച്ചയായും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഈ ഹർജിയിലാണ് ഈ ഫണ്ട് അനുവദിക്കുന്നത് കോടതി നേരത്തെ വിലക്കിയിരുന്നു. അതായത് കെൽട്രോണിന് ഫണ്ട് നൽകേണ്ടതില്ല എന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കെൽട്രോണിന്റെ ആവശ്യം പരിഗണിച്ചാണ് ആദ്യ ഗഡുക്കൾ നൽകാൻ കോടതി അനുമതി നൽകി. അടുത്ത ഗഡു തുകയ്ക്ക് വേണ്ടി വീണ്ടും കെൽട്രോൺ ആവശ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും അടുത്ത ഗഡു കൂടി നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കരാർ പ്രകാരമുള്ള GST അടക്കം ഇളവുകൾ പിടിച്ച ശേഷം ശേഷിക്കുന്ന തുക നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 236 കോടി രൂപ ചെലവിട്ട് BOT മാതൃകയിലുള്ള പദ്ധതിക്കാണ് ടെൻഡർ വിളിച്ചതെന്നും പിന്നീട് പണം നൽകി നടപ്പാക്കുന്ന രീതിയിലേക്ക് മാറ്റി എന്നുമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഹർജിക്കാരുടെ ആരോപണം. ശരി, ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും ഹർജി നിലനിൽക്കെയാണ് രണ്ടാം ഗഡു തുക നൽകാം എന്ന കോടതിയുടെ അനുമതി വന്നിരിക്കുന്നത്.